വീണ്ടും വാർത്തകളിലേക്ക്. അപ്പോൾ കേരളത്തിന്റെ സാഹചര്യമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇനിയിപ്പോൾ പേമാരിയിൽ പൊറുതിമുട്ടിയ അസം, ഒഡീഷ പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. അവിടെ അസമിലെ 14 ജില്ലകളും പൂർണ്ണമായി തന്നെ വെള്ളത്തിനടിയിലാണുള്ളത്. ഛത്തീസ്ഗഡിലെ വിവിധ പ്രദേശങ്ങളും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ഒഡീഷയിൽ പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും അതിശക്തമായ മഴ തുടരുകയാണ്. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകും. നോബിൾ, അപ്പോൾ കേരളത്തിലേതിനേക്കാൾ ഭീകരമായ ഒരു അന്തരീക്ഷമാണ്, ഒരവസ്ഥയാണല്ലേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളത്. എന്താണ് സാഹചര്യം നോബിൾ? ഷിയാസ്, വലിയ ഗുരുതരമായ സാഹചര്യത്തിലാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇത്തവണ മഴക്കെടുതി ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും അധികം ദുരിതം ഉണ്ടായത് അസാമിലാണ്. അസാമിൽ ഇപ്പോൾ മൊത്തം 82 മരണങ്ങൾ ഇത്തവണ മഴക്കെടുതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ 14 ജില്ലകളും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ് എന്നാണ് എടുത്തു പറയേണ്ടത്. വീടുകൾ, അതോടൊപ്പം തന്നെ കടകൾ, ഒപ്പം മറ്റ് സ്കൂളുകൾ, വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വെള്ളത്തിനടിയിലായ സാഹചര്യമാണ്. അത്തരത്തിൽ ജനങ്ങൾ വലിയ ദുരിതം അനുഭവിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ എന്തായാലും അസമിൽ കാണാൻ കഴിയുന്നത്. ഒഡീഷയിലാണെങ്കിൽ 10 ജില്ലകളിൽ ശക്തമായ മഴക്കെടുതി ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു. വെള്ളപ്പൊക്ക സാധ്യത നിലനിൽക്കുന്നു. പ്രധാനപ്പെട്ട എല്ലാ നദികളും കരകവിഞ്ഞ് ഒഴുകുകയാണ്. അവിടെയും നദീതീരങ്ങളിലുള്ള പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്, സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ഏറെക്കുറെ 10,000 ആളുകൾ ഇപ്പോഴും തങ്ങുന്ന സാഹചര്യം ഒഡീഷയിലുമുണ്ട്. സമാനമായി തന്നെ ഗുജറാത്തിലുമൊക്കെ ശക്തമായ മഴ തുടരുന്നു എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. ഗുജറാത്തിലാണെങ്കിൽ നമ്മൾ സൂറത്ത് അടക്കമുള്ള ഇടങ്ങളിൽ റെഡ് അലേർട്ട് ഉണ്ട്. നവസാര അടക്കമുള്ള ഇടങ്ങളിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. അത്തരത്തിൽ ഗുജറാത്തിലെ സാഹചര്യം മോശമാണ്. ഏറ്റവും അധികം പ്രതിസന്ധി ഇത്തവണ ഉണ്ടാക്കിയ മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട്. നിലവിൽ 102 റോഡുകളാണ് ഹിമാചൽ പ്രദേശിൽ അടച്ചിട്ടിരിക്കുന്നത്. വലിയ തരത്തിൽ പ്രത്യേകിച്ച് കുന്നും മലയൊക്കെയുള്ള പ്രദേശമാണ്. പലയിടത്തും മണ്ണിടിച്ചിൽ രൂക്ഷമാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റോഡുകളിൽ പലയിടത്തും ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സ്റ്റേറ്റ് ഹൈവേകളും അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേകളൊക്കെ അടച്ചിട്ട സാഹചര്യമാണ് ഹിമാചൽ പ്രദേശിൽ. ഉത്തരാഖണ്ഡിന് സമാനമായി തന്നെ വലിയ പ്രതിസന്ധി തുടരുന്നു. നിലവിൽ ഇപ്പോൾ അസം അടക്കമുള്ള അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ നിലവിൽ ദുരന്ത നിവാരണ സേനയുടെ ഫണ്ട് നൽകുന്നുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാന കേരളത്തിലേക്കുള്ള കാര്യത്തിലേക്ക് തീരുമാനം ഇനിയും വരാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.